നിശ്ചയമായും സംസ്ഥാന ഗവൺമെൻറ് പൊതുവിലും ഒപ്പം കായിക വകുപ്പ് വിശേഷിച്ചും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനാടിസ്ഥാനത്തിൽ നടത്തുന്ന ബൃഹത്തായി പരിപാടി ഇതിനോടകം തന്നെ ജനസമൂഹം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നാടാകെ ആബാലവൃദ്ധം ജനങ്ങൾ വളരെ ആവേശത്തോടെ അഭിമാനത്തോടെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ അണിനിരക്കുന്ന രംഗമാണ് എങ്ങും എവിടെയും കാണാൻ കഴിഞ്ഞത്. നമ്മുടെ ജില്ലയിൽ പ്രവേശിച്ചപ്പോഴും അത്തരം ആവേശകരമായ ഒരു വരവേൽപ്പാണ് ബഹുമാനപ്പെട്ട അബ്ദുൾ റഹ്മാൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പയിന് ലഭ്യമായിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ നാടിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാമൂഹ്യ വിപത്താണ് ലഹരിയെന്ന് നമുക്കറിയാം. അതിനെതിരായി ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരന്നുകൊണ്ട് ഒറ്റക്കെട്ടായി സമൂഹം ഉണർത്തിരുന്നേറ്റ് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗം കഴിഞ്ഞ കേരള നിയമസഭയിൽ ഐകകണ്ഠേന ഭരണപ്രതിപക്ഷ ഭേദമന്യേ ഈ വിഷയത്തിൽ അണിനിരക്കേണ്ടതിൻ്റെ പ്രാധാന്യം സഭ പൊതുവിൽ അംഗീകരിക്കുകയുണ്ടായി. സർക്കാർ അതിന് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും വിളിച്ചു ചേർത്ത് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നതിനുള്ള സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ആ കാര്യത്തിൽ ഏകകണ്ഠമായി സർക്കാരിൻ്റെ ഒപ്പം നിന്ന് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അണിനിരക്കുന്ന രംഗമാണ് എങ്ങും എവിടെയും കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇന്ന് കോട്ടയം ജില്ലയിൽ കായിക വകുപ്പ് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാ ജില്ലകളിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ ക്യാമ്പയിൻ അഭൂതപൂർവമായ ജനക്കൂട്ടവും വലിയ ജനപങ്കാളിത്തവും എന്താണോ നാം ലക്ഷ്യം വെക്കുന്നത് നല്ല രൂപത്തിൽ പ്രചരിപ്പിക്കാനും കഴിഞ്ഞിരിക്കുന്നു. അതിന് കായിക വകുപ്പിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ കായിക താരങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും വിദ്യാഭ്യാസ വിചക്ഷണരും ജനപ്രതിനിധികളും എല്ലാം ചേർന്നാണ് ഈ പരിപാടി ഈ ജില്ലയിലേക്ക് ഇപ്പോൾ വരവേറ്റിരിക്കുന്നത്. ഇന്ന് സായാഹ്നത്തിൽ അക്ഷരനഗരിയായ തിരുനക്കരയിലായിരിക്കും സമാപിക്കുക. വമ്പിച്ച ജനപങ്കാളിത്തത്തോടുകൂടി ഈ പരിപാടി വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രചരണ പ്രവർത്തനങ്ങളും ഇതിനോട് നടന്നു കഴിഞ്ഞിരിക്കുന്നു. അത് വിജയിപ്പിക്കാൻ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.